ഹലോ, നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ലഗമൺ. NR ഹോം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെയധികം വ്യത്യസ്തമായ ഒരു വെറൈറ്റി ഐറ്റമാണ്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ പുതിയ ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. കാര്യം ഏതെങ്കിലും രീതിയിൽ അവർക്കും ഇതൊരു ഏതെങ്കിലും രീതിയിൽ അപ്പം പുതിയ വീഡിയോ ഒക്കെ ചെയ്യുന്നവരായാലും മറ്റെന്തെങ്കിലും ഇതാവുന്നവരും അപ്പോൾ അവർക്കും ഇത് എൻ്റെ രീതിയിൽ ചെറിയ രീതിയിൽ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ.
അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പരിശ്രമം കൊണ്ട് നമ്മൾ വെറൈറ്റി ഐറ്റം ഒരു പുട്ടുകൂട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വളരെ കൗതുകത്തിന് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇത് കണ്ടുടനെ ആരും കമന്റ് ബോക്സിൽ നിറയ്ക്കാൻ നിൽക്കേണ്ട. അപ്പോൾ ഈ സംഭവം ഒന്ന് സെറ്റായി കാണിച്ചു, എന്തൊക്കെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് കാണിച്ചു തരാം. അപ്പം സാധാ പുട്ടുകുറ്റി കണക്ക് തന്നെ ചില്ലി അതിൻ്റെ അടിയിലിടണം. നമുക്ക് അടിയൊക്കെ തന്നെ കയറ്റി സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇതാണ് ഇതിൻ്റെ അടിയിലത്തെ ബേസ്. ഇത് നമുക്ക് പുട്ടുകൂടത്തിനകത്ത് ഈ റൗണ്ട് പോർഷൻ കയറ്റി അത് സെറ്റ് ആക്കുക. എന്നിട്ട് തിരിച്ച് ഇവിടെ ഇത് കണക്ക് സെറ്റ് ചെയ്യുക. ഇത് കണക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് അടപ്പാണ്. അടപ്പ് ഇത് കണക്ക്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നാളും റൗണ്ട് പുട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ഒരു വെറൈറ്റിക്ക് വേണ്ടി ചതുരത്തിലുള്ളൊരു പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സംഭവം ഞാൻ ഇതിനു മുമ്പ് ഈ ചതുരത്തിലുള്ള പുട്ട് കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ള നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക സംഭവം. അപ്പോൾ ഞാനൊരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ് ഈ ചതുരപ്പുട്ടൊന്ന് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉള്ളതിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ ബാക്കി നമുക്ക് ഇനി പുട്ടിൻ്റെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അല്ല നമുക്കൊന്ന് ചെറിയൊരു വീഡിയോ കാണാം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു 4 കളറ് പുട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. 4 കളറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ പറയണ്ടല്ലോ ഏതൊക്കെ കളറാണെന്ന്. അപ്പോൾ ഇനി അത് ഒന്ന് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ. ഇതാണ് ഞങ്ങളെ പുട്ടുകുടം. ഈ ഒരു പുട്ടുകുടത്തിനകത്ത് അപ്പോൾ നമ്മൾ ആ പുട്ടുകുടത്തിലേക്ക് നമ്മളൊരു ഷാഫ്റ്റ് തടി വെച്ചിട്ടുള്ള, അതായത് റൗണ്ട് പുട്ടുകുടത്തിനെ മാറ്റി സ്ക്വയർ പുട്ടുകുടം സെറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം നമ്മൾ ആക്കിയിട്ടുണ്ട്. അത് വെള്ളം തിളക്കേണ്ടിയിരിക്കുന്നു. തിളച്ച് ആയി വരുമ്പോഴത്തേക്ക് നമുക്കത് സെറ്റാക്കാം. നമ്മൾ തടിയിലാണ് ഉണ്ടാക്കി, കൗതുകത്തിന് വേണ്ടി ഉണ്ടാക്കിയതായതുകൊണ്ടും തടിയിലായതുകൊണ്ടും നമ്മൾ നല്ലപോലെ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടമ്മയാണ് ആദ്യത്തെ പുട്ടുമേക്കുന്നതിനകത്ത് പരിപാടിയൊക്കെ ചെയ്യുന്നത്. സംഭവം സെറ്റാക്കുന്നുണ്ട്. തേങ്ങ നമ്മുടെ പുട്ട് ഗ്യാസിൽ കയറിയിട്ടുണ്ട്. ഈ ഒരു 10 മിനിറ്റിനകം ആവി വരും. ഇതാണ് സംഭവം. കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടുപിടി. നമ്മുടെ തടി കൊണ്ടുള്ള പുട്ടുകുറ്റി, അതും വെറൈറ്റി ആയിട്ട് ഒരു ചതുരപ്പുട്ട്. ഓക്കെ. നമ്മൾ വിചാരിച്ചതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് ആ പുട്ടുകുടത്തിന് മുകളിൽ ആവി വരുന്നുണ്ട്. പുട്ട് വെന്ത് കഴിഞ്ഞു. മുകളിൽ നിന്ന് നല്ല രീതിയിൽ ആവി ഇറക്കുന്നുണ്ട്. ആദ്യത്തെ പുട്ട്, ചതുരപ്പുട്ട് പുറത്തോട്ട് വരാൻ പോകുന്നു. ഓക്കെ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചതുരത്തിലുള്ള പുട്ട് കാണുന്നത്. കറക്റ്റ് സമചതുരം. അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പുട്ട് തിന്നാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ റെഡിയാക്കിക്കോ, ഒട്ടും താമസിക്കണ്ട. ഈ ചതുരത്തിലുള്ള പുട്ട്, വെറൈറ്റി പുട്ട്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ പുട്ടും വരാൻ പോകുന്നു. രണ്ടാമത്തെ പുട്ട് വന്നു. നമ്മുടെ മൂന്നാമത്തെ പുട്ട് പുറത്തോട്ട് എടുക്കും.
മൂന്നാമത്തെ പുട്ടും റെഡിയായി. നമ്മുടെ വീട്ടുകാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇനി സ്റ്റീലിലെ പുട്ടുകുറ്റി വേണ്ട, തടിയിലത് മാത്രം മതി എന്നാണ് പറയുന്നത്. അവർക്ക് നല്ല എളുപ്പമുണ്ട്, പടപടാ പുട്ടൊക്കെ പെട്ടെന്ന് വേകുന്നുണ്ട്. എന്തായാലും ഒരു കളറിലെ പുട്ടും കൂടെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ 4ാമത്തെ പുട്ട് ഇവിടെ വെന്ത് കഴിഞ്ഞു. അതുകൂടെ പുറത്തോട്ട് വന്ന 4 സൈസിലെ കളറിലെ പുട്ടായിട്ടുണ്ട്. വീട്ടുകാരുടെ കൈയൊക്കെ നല്ലൊരു പൊള്ളുന്നുണ്ട്, കൂടെ കൂടെ ഇട്ടിട്ട് ഓടുന്നു. അടിപൊളി റെഡിയായിട്ടുണ്ട് 4 കളറിലെ പുട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ ദൗത്യം വിജയകരമായി ഞാൻ പൂർത്തീകരിച്ചു. അപ്പോൾ ഒരു കൗതുകത്തിന് ചെയ്തതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ഒരു ചെറിയ രസമുള്ളൊരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഓക്കേ.